എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയതാണ്. പോയത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ ആലക്കോടുള്ള സ്റ്റോൺ ഹിൽസ് റിസോർട്ടിലേക്കാണ് പോയത്. കുറേ ദിവസമായി ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്, എങ്ങോട്ടെങ്കിലും പോകാൻ. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ദൂരെ യാത്രയൊന്നും ആർക്കും താല്പര്യമില്ല. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ നോക്കി അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്. നമ്മൾ കുട്ടികളടക്കം ഒരു 20 ആളുണ്ടായിനി. അപ്പോൾ ഞാൻ രാവിലെ ഒരു 11:45 ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് പോയതാണ്. അപ്പോൾ നമ്മൾ ഒരു മണിയെല്ലാം ആയിനി വിടുമ്പോൾ. അവിടെ എത്തുമ്പോൾ 2:30 ആയി. ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു 2:30 ആകുമ്പോൾക്ക് അവിടെ എത്തി. പിന്നെ ഓരോരാളും റൂമെല്ലാം സെലക്ട് ചെയ്ത് കുട്ടികളെല്ലാം ഇല്ലവരെല്ലാം ഒന്നിച്ച് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് ഓരോരോ ടീമായിട്ട് റൂമെടുത്ത്, നല്ല വലിയ റൂമും വലിയ ടോയ്ലറ്റും എല്ലാം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത റൂം. ഞങ്ങൾ 5 ആൾ മേലത്തെ റൂമാണ് എടുത്തത്. ഈ റിസോർട്ടിൽ ഒരാൾക്ക് 1250 അങ്ങനെയാണ് റേറ്റ്. ചെറിയ കുട്ടികൾക്ക് 600 രൂപ, 5 വയസ്സ് ആ ഒരു വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് 600 രൂപ. ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരായതുകൊണ്ടാണ് ആ റേറ്റ്. കുറേ ആൾ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. പിന്നെ കുറച്ച് ആൾക്കാർ എടുത്ത റൂം ഇതിൻ്റെ അടുത്തായിട്ട് 2-3 റൂമുകളുണ്ട്. അങ്ങനെ കുറച്ച് ടീമായിട്ട് ഓരോരോ റൂമായിട്ട് സെലക്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് നടക്കാനും. പിന്നെ ഫാമിലി എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അങ്ങനെ റൂമെല്ലാം സെലക്ട് ചെയ്ത് എല്ലാവരുടെ ഡ്രസ്സും ബാഗെല്ലാം കൊണ്ടുവച്ച ശേഷം നമ്മൾ ഈ റിസോർട്ട് മൊത്തം കാണാൻ വേണ്ടിയിട്ട് നടന്ന്, എല്ലാം താഴെയും മേലെല്ലാം ആയിട്ട് കുറേ ഉണ്ട് കാണാൻ. ഇവിടെ വന്നിട്ട് എനിക്കിഷ്ടമായത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ വന്ന 2-3 ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞതും അതുതന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ റിസോർട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെയല്ല. നമുക്കുണ്ടായത് ഒരു 32 ഐറ്റംസ് ഉണ്ടായിന്. അതും വെറൈറ്റി ആയിട്ടില്ല, കുറേ സാലഡും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്.
പിന്നെ ഇതാ ഒരു 4:30 അവർ നമുക്ക് ചായ, ബൂസ്റ്റ്, ഹോർലിക്സ് അതെല്ലാം തന്നു. പിന്നെ 2 തരം സ്നാക്സ് ഉണ്ടായിരുന്നു, പഴംപൊരിയും. ചായ റെഡി ആകുമ്പോഴൊക്കെ എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചതിന് ശേഷം പിന്നെ പൂളിലിറങ്ങി. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറിന് ശേഷം നമ്മളെല്ലാവരും ഓരോരാളായിട്ട് പൂളിൽ നിന്ന് കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി റൂമിലേക്ക് പോയി. അപ്പോൾ അതാ നമ്മളെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വ്യൂ കാണാൻ നല്ല രസമാണ്. ചെറിയൊരു തണുപ്പ് കൊണ്ട്, വലിയ തണുപ്പില്ല, ചൂടുമില്ല, പക്ഷേ രാത്രി ആകുമ്പോഴേക്ക് നല്ല തണുപ്പ് വന്നു. പിന്നെ ഇതാ രാത്രിയായി, നമ്മളെല്ലാവരും താഴേക്ക് വന്നു. പിന്നെ എല്ലാവരും പാട്ടും ബഹളവും ഒച്ചപ്പാടും തന്നെയായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം. പിന്നെ ഇതാ ഇത് ഹസ്ബൻഡിൻ്റെ മരുമോനാണ്, അവൻ നമ്മളെ കൂടെ ഉണ്ടായിട്ടില്ല, ഇപ്പം വന്നതാണ്. പിന്നെ ഇവിടെ ഡിന്നർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് ചിക്കൻ മസാലയെല്ലാം വരട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇവർ ഇവിടുന്ന് ഗ്രില്ല് ചെയ്ത് തരും. പൊറോട്ടയും നമ്മൾ കൊണ്ടുവന്ന് ഇവർ ചൂടാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് തരും. പിന്നെ ഇതാ ഇവിടുത്തെ കിച്ചണിൽ നമുക്ക് മയോണൈസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പാലും ഓയിലൊക്കെ കൊണ്ടുവന്നിന്, അതുകൊണ്ട് മയോണൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കി. പിന്നെ ഒരു 9:30 ഫുഡ് കഴിക്കലാണ്. പിന്നെ ഇതാ ക്യാമ്പ് ഫയറെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. ഇതാണ് ഇവിടുത്തെ രാത്രിത്തെ വ്യൂ, കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതാ ഇതിപ്പോൾ പിറ്റേത്തെ ദിവസം രാവിലെ 6:30 ഓരോരാളെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ ഇതാ നമ്മളെ വ്യൂ പുറത്തുനിന്ന് കാണാൻ. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴേക്ക് പോയി. രാവിലെ ഒരു 8 മണിയെല്ലാം. അപ്പോൾ നമുക്കവർ ചായയും ബിസ്ക്കറ്റും തന്നു. കുട്ടികൾക്ക് ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഈ മിക്സറും ഈ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് നമുക്ക് ചായയും ബിസ്ക്കറ്റും തന്നു.
അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ചായയെല്ലാം കുടിച്ച ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് കുറേ സംസാരിച്ച് കുറേ നടന്ന് സംസാരിച്ച് അങ്ങനെ ഇരുന്ന് അടുത്ത ടൂറിൻ്റെത് പ്ലാൻ ചെയ്ത്. ഇതിപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ഒന്നിച്ച് കൂടുമ്പം എവിടെയെങ്കിലും ടൂർ പോകേണ്ടത് ആദ്യം പ്ലാൻ ചെയ്യും. ചിലത് നടക്കും, ചിലത് നടക്കില്ല. ഇതിലിപ്പോൾ ഹസ്ബൻഡ് ഫാമിലിയിലെല്ലാവരും ഒരേ വൈബില്ലവരായതുകൊണ്ട് തന്നെ ടൂർ പോകുമ്പോൾ പ്രായമൊന്നുമില്ല, എല്ലാവർക്കും ഒരേ വൈബായതുകൊണ്ട് തന്നെ പോകാനും രസമാണ്. ആരും ഒന്നിനും ബാക്കിലോട്ട് നിൽക്കില്ല, എല്ലാവരും എല്ലാം റെഡിയാണ്. പോവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ അത് 9:30 നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കുന്നുണ്ട്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് 32 ഐറ്റംസ് ഉണ്ടായിന്. സാലഡും സാധാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പൂരി അതും എല്ലാ ഐറ്റംസും ഉണ്ട്. മുളപ്പിച്ച കുറേ സാലഡ് അതെല്ലാം ഇത് ഉണ്ടാക്കിയ കുക്കിനെ നമ്മൾ കണ്ടു സംസാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് കസ്റ്റേർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും നമ്മളെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരം തുടങ്ങി. വീണ്ടും ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ വന്ന ബസ് ട്രാവലർ ഇവിടെ തന്നെ ഉണ്ട്. ഡ്രൈവർ തിരിച്ചു പോയിന്. അങ്ങനെ ഡ്രൈവർ വന്ന് ഇവരെല്ലാം ബൈക്ക് എടുത്തിട്ട് വന്നവരെല്ലാം ബൈക്ക് എടുത്തിട്ട് തന്നെ തിരിച്ചു പോയി. നമ്മൾ ബസ്സിലും തിരിച്ചു പോയി. ഒരു 2:30 എല്ലാം ആകുമ്പം വീട്ടിലെത്തി.